നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഇനി മുന്നോട്ട് നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ്. ഒരു മിറാക്കിൾ എനർജിയെ കണക്ട് ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുകൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കാൻ സാധ്യതയുണ്ടോ എന്നുകൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ നോക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്ന ആ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് 3 പ്രാവശ്യം അവരുടെ പേര് പറഞ്ഞ് ലൈക്ക് ചെയ്ത് എനർജിയെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് വരേണ്ടതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ കറൻ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് കണക്റ്റഡ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 100% ഞാൻ മാറ്റം വരുമെന്ന് പറയുന്നു. അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ഈ ഒരു നിമിഷം നിങ്ങളത് എഴുതുമ്പം നിങ്ങളതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൊടുത്തുകൊണ്ട് തന്നെ വേണം അഫർമേഷൻസ് എഴുതാൻ. നമ്മൾ ആ ഒരു ലോകത്താണ് എന്നുള്ള ആ ഒരു ഫീലിങ്സ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഫീൽ ചെയ്യണം. നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുതരുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എനർജി ബേസിലാണ്. അപ്പം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സുകളെയാണ് കൂടുതൽ നിറച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കത് മാത്രമേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഫീൽ ചെയ്യണം നിങ്ങളിപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്, നിങ്ങളതിൽ സന്തോഷിക്കുകയാണെന്നുള്ളൊരു ഫീലിങ്സ് ചെന്നാൽ 100% നിങ്ങൾ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വരില്ല നിങ്ങളുടെ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവാനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറൻറ്റും സിറ്റുവേഷൻസ്, പാസ്റ്റ്, ഫ്യൂച്ചർ എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റിയോട് കൂടി അറിയാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് വരാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മറ്റാരുടെയെങ്കിലും എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടോ, അതാരാണ്, അതെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ്. അപ്പോൾ നിങ്ങൾ പേഴ്സണലായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായ ഒരു തീരുമാനം എടുക്കാനും മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാനും സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ്, ജനറൽ റീഡിങ്സ് ആണ്. നിങ്ങൾ എനർജി എത്രത്തോളം കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളിലേക്ക് കാര്യങ്ങൾ വരും. മാനസിക വിഷമം അനുഭവിക്കുന്നവർക്കും സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റിയിലൂടെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സുകളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ തീർച്ചയായിട്ടും റൈറ്റ് ഹീലിംഗ് ചെയ്യുക. നമ്മൾ റൈറ്റ് ഹീലിങ്ങിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. റൈറ്റ് ഹീലിംഗ് ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സ്വപ്നം കാണുക. ആ സ്വപ്നം നിങ്ങൾ എപ്പോഴും ഒരു ബുക്കിനകത്ത് ഒരു അഫർമേഷൻസ് ആയിട്ട് എഴുതി വെച്ചേക്കുക. നിങ്ങൾക്കൊരു മിറാക്കിൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താണോ എഴുതി സൂക്ഷിക്കുന്നത് അതിന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടി വരുമെന്നുള്ളത് മനസ്സിലാക്കുക. റൈറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി കത്തിച്ച് കളയുക, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നതാണ് റൈറ്റ് ഹീലിംഗ് കേട്ടോ. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എഴുതി സൂക്ഷിക്കുക. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വല്ലാത്ത ആ ഒരു നെഗറ്റീവ് എനർജി, ഒരു ഡിപ്രഷൻ മൂഡിലുള്ള ഒരു സിറ്റുവേഷൻസ്, ആൻസൈറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് തന്നെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾക്ക് പാസ്റ്റിലെ ഒരു ട്രോമയായിരിക്കാം, നിങ്ങൾക്ക് ഒന്നിലും വിശ്വാസമില്ലായ്മയാണ്, എല്ലാത്തിനെയും നിങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി നോക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഒന്നിലും നിങ്ങൾക്ക് സംതൃപ്തിയില്ല, എല്ലാം അസംതൃപ്തമാകുന്ന ഒരവസ്ഥയാണ്, നിരാശയാണ്, ദുഃഖമാണ്. എപ്പോഴും നിങ്ങളിൽ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ കറൻ്റിലി നോക്കുമ്പം ഒരു എന്താ പറയുക, ഒന്നിനും താല്പര്യക്കുറവ്, ഒരു മടുപ്പ്, വിരക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്ന. ഊർജ്ജസ്വലത എന്ന് പറയുന്നത് നിങ്ങൾക്കില്ല. അത് നിങ്ങളെ ഹെൽത്ത് പരമായിട്ടും വെൽത്ത് പരമായിട്ടും ഇമോഷണലിയും പൂർണ്ണമായിട്ടും ബാധിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിങ്ങളിലേക്ക് വരുന്ന ഏത് ബന്ധങ്ങളെയും നിങ്ങൾ കണ്ണടച്ച് റിജക്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് പ്രതികരിക്കുന്നത്, പോസിറ്റീവായിട്ട് വരുന്ന കാര്യത്തെ പോലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും അതിനെ അതിശക്തമായിട്ട് എതിർക്കുകയും കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കറൻറ്റ്
ഫിനാൻഷ്യലി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒന്നിലധികം രീതിയിൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസിൽ നിന്നല്ല, ഒന്നിലധികം സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീറ്റിംഗ് ചെയ്യപ്പെട്ട ഒരവസ്ഥ കാണുന്നുണ്ട്. നിങ്ങളൊരു നിരാശയിൽ പെട്ടുപോയ വ്യക്തിയാണ്. വളരെ ബ്ലെസ്സിങ്സോട് കൂടിയും അട്രാക്റ്റഡ് ആയ ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഒരു അബണ്ടൻസ് എനർജി, ഒരു വല്ലാത്തൊരു എന്താ പറയുക ബ്ലെസ്സിങ്സ് നിറഞ്ഞ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബുള്ളൊരു പേഴ്സണാലിറ്റിയിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു നിങ്ങൾ. ആർക്കും അട്രാക്ഷൻ തോന്നുന്ന, ആരും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് നിന്ന ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു പാസ്റ്റിലെന്നാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിൽ നിന്നുമാണ് ഇന്ന് നിങ്ങൾ വല്ലാത്ത ഒരു ട്രോമ പോലുള്ള അല്ലെങ്കിൽ ഒരു നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസിലേക്ക് മാറി നിൽക്കേണ്ടി വന്നതായിട്ട് കാണുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങൾ കടന്നു വന്നതുകൊണ്ട് തന്നെയാണ്. ചില വ്യക്തികളുടെ പ്രസൻസ് തന്നെയാണ് നിങ്ങളെ തളർത്തി കളഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതിൽ നിന്നും തിരിച്ചു വരാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് നമുക്ക് എനർജിയിൽ കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് വരുന്ന ബന്ധങ്ങളെ പോലും നിങ്ങൾക്കൊരു സംശയ ദൃഷ്ടിയോടുകൂടി കാണേണ്ടി വരുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങളെല്ലാത്തിനും ജഡ്ജ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത് കേട്ടോ. കാരണം ഒരിക്കലും ഒന്നിലേക്ക് നിങ്ങൾക്ക് പൂർവാധികം എന്താ പറയുക ആത്മാർത്ഥതയോട് കൂടിയോ അതല്ലെങ്കിൽ പരിപൂർണതയോട് കൂടിയോ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് മനസ്സിനകത്ത്. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ സിറ്റുവേഷൻസിനോടും ഒരു വെല്ലുവിളിയിലൂടെയാണ് നിങ്ങളിപ്പം നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് മുന്നിൽ എപ്പോഴും അത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണ് കേട്ടോ മക്കളെ. നിങ്ങളുടെ മനസ്സ്, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ച് കിട്ടുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നെഗറ്റീവ് തോട്ട്സിൽ നിന്ന് നിങ്ങൾ റൈറ്റ് ഹീലിംഗ് ചെയ്ത് നിങ്ങൾ പുറത്ത് കടന്നേ പറ്റൂ. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാസം ലഭിക്കേണ്ട ആ ഒരു ഏണിംഗ് എനർജി, എത്ര ലക്ഷം രൂപയാണ് ഒരു മാസം നമ്മുടെ കയ്യിൽ വരേണ്ടത്, ഒരു ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ വ്യക്തി ബന്ധങ്ങളിൽ എങ്ങനെയാണ് കടന്നു പോകേണ്ടത്, നിങ്ങളിലേക്ക് വരേണ്ട മിറാക്കിളുകൾ നിങ്ങളെപ്പോഴും പറയണം. എൻ്റെ ലൈഫിൽ ഇമോഷണലി മിറാക്കിൾ സംഭവിക്കുന്നു, ഫിനാൻഷ്യലി മിറാക്കിൾ സംഭവിക്കുന്നു, ഹെൽത്ത് പരമായിട്ട് മിറാക്കിൾ സംഭവിക്കുന്നു. മാറ്റങ്ങൾ വരട്ടെ. മൊത്തത്തിൽ നിങ്ങൾ ശരിക്കും തിരിച്ചു വരേണ്ട വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ വേൾഡ് കാർഡിൻ്റെ എനർജിയാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ബന്ധങ്ങളെ ബേസ് ചെയ്തുള്ള എനർജിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. കൺഫ്യൂസ്ഡ് ആണ് നിങ്ങൾ. ഒരിക്കലും ഒരിടത്ത് നിങ്ങൾക്ക് ഇനി ഒരു വിശ്വാസത്തോടു കൂടി കടന്നു ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധങ്ങളിൽ നിന്നാണെങ്കിൽ പോലും നിങ്ങൾ ചേഞ്ച് ആവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആവാൻ പോകുന്നു കേട്ടോ. നിങ്ങൾ ഏത് ബന്ധത്തിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ഇനി മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു പ്രൊട്ടക്ഷനിൽ, ഒരു ബ്ലെസ്സിങ്സിൽ അല്ലെങ്കിൽ നിങ്ങളെ ഒരു പ്രൊട്ടക്റ്റഡ് ആകുന്നു. പ്രപഞ്ച ശക്തിയാൽ തന്നെ നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആകുന്നു. നിങ്ങളുടെ സമയം ചേഞ്ച് ആകുന്നതായിട്ട് നമുക്കിതിനകത്ത് പറയേണ്ടി വരും. നിങ്ങളുടെ ജീവിതം ചേഞ്ച് ആകുന്നതും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രത്യേകതയായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളിൽ നിന്നും അവസാനിച്ചു പോയ പല ബന്ധങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിങ്ങളെ വിട്ടുപോയവർ നിങ്ങളെ തേടി വരുന്ന ഒരവസ്ഥയാണ്. അതുപോലെ സ്തംഭിച്ച് നിന്ന ഒരു നോ കോണ്ടാക്റ്റ് എനർജിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റക്നെസ്സിലൊക്കെ നിന്ന ബന്ധങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായപരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില പുതിയ തുടക്കങ്ങൾ, ട്രോമാറ്റിക് എനർജിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കാൻ പോകുന്നു. പുതിയ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. നമ്മളൊരു സ്പിരിച്വൽ പരമാകുന്ന എനർജിയിൽ നിന്നും പുറത്ത് കടക്കുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നമ്മൾ മാറുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വരുന്നുണ്ട്. നിങ്ങൾ എന്താണോ കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ.
നിങ്ങളേതെങ്കിലും ലീഗൽപരമാകുന്ന പ്രശ്നങ്ങളും മറ്റുള്ളവരുടെ മധ്യസ്ഥതയും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കണക്റ്റ് ചെയ്തുള്ള എന്താ പറയുക ഒരു മധ്യസ്ഥതയും ഒക്കെ ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളതൊക്കെ വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടും അഭിമാനക്ഷതം സംഭവിക്കുന്നത് പോലെയൊക്കെ കടന്നു പോകുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. അതായത് നിങ്ങളുടെ ആ ഒരു ആത്മാർത്ഥതയ്ക്ക് ഒരു ഹെൽത്തി പരമാകുന്ന ആ ഒരു ഇമോഷൻസിനെ തിരിച്ച് നിങ്ങൾക്ക് പരമാകുന്ന ഇമോഷൻസ് തന്നെ ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വിവാഹം പോലുള്ള കാര്യങ്ങളിലൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടും സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്ന സിംഗിൾ എനർജിയിലുള്ളവരെ നോക്കുമ്പോഴും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നു. നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ ഫോക്കസ് ചെയ്യുന്നൊരു ക്യാരക്ടർ ആയിരുന്നുവെങ്കിൽ, നോ പറയാൻ മടിയുണ്ടായിരുന്ന ക്യാരക്ടർ ആയിരുന്നെങ്കിൽ, മറ്റുള്ളവർക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഇനി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആകുന്നു. നിങ്ങളെ നിങ്ങൾ തിരിച്ചറിയുന്നതായിട്ടും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രസൻസും നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു. ആ ഒരു ചേഞ്ചിങ്, നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ ചേഞ്ചിങ്ങിൽ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്ന, നിങ്ങളെ മിസ്യൂസിങ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കിടെ പാസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെപ്പോഴും മറ്റുള്ളവർക്ക് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിൽ അവിടെ നിന്നൊക്കെ നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് മാറുന്നു. അതുപോലെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു എനർജിയിലേക്കും നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു ശക്തമാകുന്ന റീയൂണിയൻ നിങ്ങളുടെ ബന്ധത്തിൽ സംഭവിക്കുന്നു. മാനിഫെസ്റ്റേഷനും മറ്റുമൊക്കെ ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഒരു കോളായിട്ടോ മെസ്സേജായിട്ടോ ഒരു മീറ്റപ്പ് എനർജി ആയിട്ടോ ഒക്കെ ഇതിനകത്തേക്ക് ഒരു എനർജി ചേഞ്ചിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സമയത്ത് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ നിങ്ങളെ മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇനി നിങ്ങളെ വാല്യുബിളായിട്ട് നിങ്ങൾക്കൊരു പ്രാധാന്യം അർപ്പിച്ച് അതുപോലെ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ലഭിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്കൊക്കെ മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രാവലിംഗ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ആ ഒരു കാര്യം, ആ ഒരു ട്രാവലിംഗ് പ്രസൻസ് കൂടി വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് കുറച്ച് ടെൻഷൻ ഇതിനകത്ത് കാണുന്നത് ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയ വ്യക്തിയെ ബേസ് ചെയ്താണ് കേട്ടോ. നിങ്ങളെ വിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളെ വല്ലാതെ ഡിപ്രഷൻ ആൻസൈറ്റിയിലേക്കൊക്കെ കണക്റ്റ് ചെയ്താണ് വിട്ടിരുന്നതെങ്കിൽ അവരൊരു ഫിനാൻഷ്യൽ ഫോക്കസ് ആയിരുന്നു. അവർക്ക് അവരുടെ ലൈഫിൽ സക്സസ് ആവണം, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കണം, വിജയിക്കണം എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് ബന്ധങ്ങളിൽ നിന്ന് വരെ പുറത്തു പോയതായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങളെ അത് ഒരുപാട് പല രീതികളിൽ നിങ്ങളെ ബാധിച്ചതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ആ സിറ്റുവേഷൻസിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് അവരുടെ പ്രസൻസ് തിരിച്ചു വരുന്നെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കാത്തിരിപ്പിന് സമാപനം കുറിക്കുന്നതായിട്ടും പാസ്റ്റിലെ തെറ്റുകളെ തിരുത്തി തന്നെ നിങ്ങളോടൊപ്പമുള്ള വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരുന്നു. ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസിലേക്ക് പോയൊരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുന്നിൽ യാചിച്ച സമയങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊന്നും വാല്യൂ കൽപ്പിക്കാതെ നിങ്ങളെ വിട്ട് തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയൊരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നു, ദുഃഖിക്കുന്നു, നിങ്ങളോട് മാപ്പ് പറയുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് അവസാനിക്കുന്നു. അതായത് തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവസാനിക്കുന്നു. ഇതിനകത്ത് തേർഡ് പാർട്ടി എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്ന നിങ്ങളെ ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നിങ്ങളോട് മറച്ചു വെച്ച് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ തേർഡ് സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്തത്. അതൊരു പക്ഷേ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ള, അതായത് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങളൊന്നും അറിയാത്ത പോലെ വേദനയോടുകൂടി നിന്ന ഒരു സമയം ഉണ്ടായിട്ടുള്ളതായും കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഫലം അവർ കർമ്മ ബേസിൽ അനുഭവിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ എനർജിയിൽ കാണുന്നത്. ദ മൂൺ കാർഡിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട്. കാർമിക്കായ റിലേഷൻഷിപ്പുകൾ, അതായത് ട്രാപ്പിലാക്കി എന്നൊക്കെ പറയാൻ പറ്റുക, അതല്ലെങ്കിൽ നിങ്ങളെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന രീതിയിൽ തകർത്ത് കളഞ്ഞ ചില ബന്ധങ്ങൾ, ഒരു പക്ഷേ അതൊരു പാഷൻ എനർജി പോലെ നിങ്ങൾക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയ ഒരു
വലിയ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും പോസിറ്റീവായ ഒന്നാണ് എന്ന് നിങ്ങൾ ഒരിക്കൽ വിചാരിച്ച ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഏറ്റവും ശക്തമായിട്ട് വീഴ്ച നേരിടേണ്ടി വന്ന റിലേഷനിലേക്ക് നോക്കുമ്പം ആ ബന്ധത്തിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളെ തകർത്തെടുത്ത് നിങ്ങൾ എവിടെയാണോ വീണു പോയത് അവിടെ നിന്ന് പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റുന്നു. ഒരു ഇമോഷണൽ അബണ്ടൻസിലേക്ക് നിങ്ങൾ മാറുന്നതായിട്ടും കൂടാതെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. അതായത് നിങ്ങളിലേക്കൊരു കപ്പ് ഓഫ് ലവ് കണക്റ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീയൂണിയൻ പ്രസൻസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും വരാൻ പോകുന്നത് കേട്ടോ. വളരെ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളോടൊപ്പം എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ എല്ലാം ക്യാരി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളെ ചേർത്തു പിടിക്കുക എന്നുള്ള ഒരു എനർജിയിലാണ്. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും എസ്കേപ്പിംഗ് ചെയ്ത പേഴ്സൺ തന്നെയാവാം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. റിസ്ക് എടുക്കാത്തൊരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന സിറ്റുവേഷൻസും കൂടി നമുക്കിവിടെ എനർജിയിൽ കാണുന്നുണ്ട്. ഒന്നിലും അവർക്ക് തട്ടുകേട് വരാതെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിന്ന് ഒരു സമയമുണ്ടെങ്കിൽ ഇന്ന് അവർ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തെറ്റുകൾ, അതായത് ഇതിനകത്ത് കൺഫ്യൂഷൻ വന്നത് ചിലരുടെയൊക്കെ എനർജികളിൽ ഫാമിലി കൈ കടത്തിയിട്ടുണ്ട് കേട്ടോ. ഫാമിലിയുടെ പ്രസൻസ് ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്ന ബന്ധത്തിൽ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഒരു ആശങ്ക നിറച്ച ഒരവസ്ഥ നമുക്ക് കാണുന്നുണ്ട്. അതായത് വേണോ വേണ്ടയോ എന്നുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത ഒരവസ്ഥ, അതിൻ്റെ ഫലമായിട്ട് ഫാമിലി പ്രസൻസിൻ്റെ ഫലമായിട്ട് നിങ്ങളെ ശക്തമായിട്ടും ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയ ഒരു വ്യക്തിയുടെ പ്രസൻസാണ് കാണുന്നത്. അത് ഫാമിലി ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് ചീറ്റിംഗ് ചെയ്ത ഒരു എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ അവരതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നു. അവരെടുത്ത ആക്ഷൻ കറക്റ്റ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് വരുന്നുണ്ട്. അവരെവിടെയാണോ വിശ്വാസത്തോടു കൂടി നിന്നത് അവിടെ നിന്നും അവർ പുറത്തിറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. അവർ മൂവ് ഓൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങളാണ് ഒരു ബ്ലെസ്സിങ്സ്, നിങ്ങളോടൊപ്പം നിന്നാൽ സക്സസ് ആണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുപോലെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് ഒരുപാട് ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കിയിട്ടുള്ള പേഴ്സൺ, നിസ്സാര കാര്യങ്ങൾക്ക് പോലും വെറുതെ കോൺഫ്ലിക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സണാലിറ്റിയിലുള്ള വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവരുടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ സ്റ്റക്നെസ് മാറി ഫോക്കസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നു. അവിടെ ഒരു ജഡ്ജ്മെൻറ്റിങ്, ന്യായം നടപ്പിലാക്കണമെന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് കാണാൻ സാധിക്കുന്നു. അവരുടെ മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നീതി ലഭിക്കുമോ എന്നൊരു ചോദ്യത്തിന് 100% നീതി ലഭിക്കും. അത് നിങ്ങൾക്ക് ഡിവൈൻ എനർജിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഒരു പ്രകൃതി തന്നെ നിങ്ങൾക്ക് നീതി ഒരുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഉൾവലിഞ്ഞ് നിന്നാലും നിങ്ങളുടെ വ്യക്തി മാറി നിന്നാലും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പുറത്ത് കടക്കേണ്ടി വരും. നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ആഴത്തിലുള്ള ഇമോഷണൽ എനർജി കണക്റ്റ് ചെയ്യേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡബിൾ എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് വരുന്നുണ്ട് നീതിക്ക്. തീർച്ചയായിട്ടും ഒരു ബ്ലാക്ക് മാജിക്ക് പോലുള്ളതോ നിങ്ങളെ മിസ്യൂസിങ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ, ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും ഏതൊക്കെ രീതിയിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കണക്ക് അവർ പറയേണ്ടി വരും. അവർ പ്രപഞ്ചശക്തിക്ക് മുന്നിൽ എത്ര വലിയ വിധിയാണ് എന്ന് പറഞ്ഞാലും അവർ കണക്ക് പറയേണ്ടി വരും. അതിൻ്റെ ശരിക്കും നല്ല രീതിയിൽ ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെ ബാധിക്കുന്ന രീതിയിൽ അവരെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യും. അവരേത് രീതിയിലാണോ നിങ്ങളെ വേദനിപ്പിച്ചത് അതേ നാണയത്തിൽ അവരെ തിരിച്ച് ആ ഒരു എനർജി കണക്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് കാണുന്നത്. ദ ചാരിയറ്റ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ച്. ഒരു ന്യൂ ബിഗിനിങ് എനർജി വരുന്നുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളുടെ ടോക്സിക് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ഈ ഒരു കാത്തിരിപ്പിന്
ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു പുതിയ തുടക്കം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പേഴ്സൺ ആയിട്ടാണെങ്കിലും മറ്റൊരു സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പേഴ്സണിൽ നിന്നല്ല എങ്കിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തികളിൽ നിന്നല്ല നിങ്ങൾക്ക് ഒരു പക്ഷേ ലൈഫ് കണക്റ്റഡ് ആകുന്നതെങ്കിൽ അതിനേക്കാൾ പവർഫുള്ളാകുന്ന, അതിനേക്കാൾ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകാവുന്ന മറ്റൊരു വ്യക്തിയുടെ എനർജി ആണെങ്കിലും കാലം നിങ്ങൾക്ക് മുന്നിൽ കണക്റ്റ് ചെയ്ത് തരുമെന്നാണ് കാണുന്നത്. ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നത് സിംഗിൾ എനർജിയെ ബേസ് ചെയ്താണ് കേട്ടോ കാണുന്നത്. സിംഗിൾസിൻ്റെ എനർജിയിലാണ്, അതായത് ഒരു കാത്തിരിപ്പിന് സമാപനം എന്ന് പറയുന്നത് മറ്റൊരു പേഴ്സൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ മറക്കരുത്. റൈറ്റ് ഹീലിംഗ് ചെയ്ത് മനസ്സിനകത്തുള്ള ഭാരങ്ങളെല്ലാം കത്തിച്ച് കളയുക. അഫർമേഷൻസ് എഴുതി സൂക്ഷിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി സൂക്ഷിക്കുക. ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ.